മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹ്ശറയുടെ രംഗങ്ങളെക്കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. നാളെ പരലോകത്ത് കടന്നു വരുന്ന രംഗങ്ങളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ ആ പറയുന്നത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാ. മുത്തുനബി ആ മഹ്ശറയെക്കുറിച്ചും ആ മഹ്ശറയുടെ വിചാരണകളെക്കുറിച്ചും പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. പ്രഭാഷണമെല്ലാം കഴിഞ്ഞ് ലോകത്തിന്റെ നേതാവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീടിനകത്തേക്ക് കടന്നു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്ത് വല്ലാതെ കരഞ്ഞിങ്ങനെ തളർന്നിരിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്ത് കരഞ്ഞ് തളർന്നു കിടക്കുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നു, ആയിഷ നീ എന്തിനാ കരയുന്നത്? എന്താണ് നിനക്ക് സംഭവിച്ചത്? എന്താണ് നിന്നെ പ്രയാസപ്പെടുത്തിയത്? എന്തിനാണ് നീ കരയുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകനോട് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അങ്ങ് പരലോകത്തെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് കരഞ്ഞു പോയതാണ് നബിയേ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന പടച്ചറബിന്റെ പരലോകമുണ്ടല്ലോ, ഒരു ചാട് മുകളിൽ ഇങ്ങനെ സൂര്യനുദിച്ച് നിൽക്കുന്ന ചെമ്പിന്റെ തറയിൽ നിൽക്കുന്ന റബ്ബിന്റെ കോടതിയെ കുറിച്ച് അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ വീടിനകത്തിരുന്ന് കേട്ട് കരഞ്ഞിങ്ങനെ തളർന്നു കിടക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനതാ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാണ്, അവിടെന്ന് സമാധാനിപ്പിക്കുകയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ അവിടെന്ന് സമാധാനിപ്പിക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെ വല്ലാത്ത ഇഷ്ടമാണോ നബിയേ? എന്നോട് വല്ലാത്ത സ്നേഹമാണോ നബിയേ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് ആയിഷ, എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാണ് ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് കരഞ്ഞ് തളർന്നു കിടക്കുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ സമാധാനിപ്പിക്കുമ്പോൾ ആയിഷ ബീബി അല്ലാഹുവിന്റെ പ്രവാചകനോട്, അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട്, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, എനിക്ക് നിന്നെ വല്ലാത്ത സ്നേഹമാണ്, നീ കരയരുതെന്ന് പറഞ്ഞ് കണ്ണുനീര് തുടച്ചു കൊടുക്കുന്ന പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. ചോദിച്ചത് എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നാളെ ഖബറിനകത്ത് നിന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോതുമ്പോ എല്ലാവരും ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, അതാ തലയുടെ മുകളിൽ ഇരിക്കുന്ന മണ്ണ് തട്ടിക്കളഞ്ഞിട്ട് എല്ലാവരും നാളെ പരലോകത്തേക്ക് കടന്നു വരുമല്ലോ. ആ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന പടച്ചറപ്പിന്റെ ഭയാനകമായ മഹ്ശറയുണ്ടല്ലോ, ആ മഹ്ശറയിൽ ഞാൻ കടന്നു വരുമ്പോ യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ഈ സ്നേഹ
സ്നേഹം എന്നോട് കാണിക്കുമോ നബിയേ? ഈ സ്നേഹം എന്നോട് കാണിക്കുമോ നബിയേ? എന്നെ അവിടെ വെച്ച് പരിഗണിക്കുമോ നബിയേ? ഞാൻ അങ്ങയുടെ ഭാര്യയാണല്ലോ, എന്നെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ നബിയേ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകനോട് പെട്ടെന്ന് ചോദിക്കുമ്പോ അതുവരെ പ്രവാചകനതാ ചിരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ടടങ്ങൾ നിറയാൻ തുടങ്ങി. പ്രവാചകന്റെ കണ്ണുനീരിങ്ങനെ താടിരോമത്തിലൂടെ ഒഴുകാൻ തുടങ്ങുകയാണ്. പ്രവാചകന്റെ കണ്ണ് നിറയുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ച ചോദ്യം വല്ലാത്ത ഒരു ചോദ്യമാണ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ എന്നെ അവിടെ വെച്ച് തിരിച്ചറിയുമോ നബിയേ? എന്നെ സഹായിക്കുമോ നബിയേ? ഈ സ്നേഹം എന്നോട് കാണിക്കുമോ നബിയേ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കരഞ്ഞതെന്നറിയുമോ? എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് കരഞ്ഞതെന്നറിയുമോ? റസൂലുള്ള പറയുന്നു, ആയിഷ, പരലോകത്തിന്റെ അവസ്ഥ നിനക്കറിയില്ലേ ആയിഷ? അല്ലാഹുവിന്റെ കോടതിയുടെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയില്ലേ ആയിഷ? സലാസത്തുല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സലാസത്തുന് അല്ലാഹുവിന്റെ കോടതിയിൽ 3 സ്ഥലങ്ങളുണ്ട് ആയിഷ. ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ കോടതിയിൽ 3 സ്ഥലങ്ങളുണ്ട്. 3 സ്ഥലങ്ങളുണ്ട്. ആ 3 സ്ഥലങ്ങളിലേക്ക് ഒരു മനുഷ്യൻ എത്തിക്കഴിഞ്ഞ ഒരാളും മറ്റൊരാളെ സഹായിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് പടച്ചവനെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ഖബറിനകത്ത് നിന്ന് ജനങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് വരികയാണ്. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, പടച്ചവനെ പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ വരുന്നവർ, പേപ്പട്ടിയെ പോലെ നാക്ക് നീട്ടിയിട്ട് വരുന്നവർ, പടച്ച റബ്ബേ കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, ഇതുപോലെ നാളെ പരലോകത്തേക്ക് ജനങ്ങൾ കടന്നു വരുന്ന പടച്ച റബ്ബിന്റെ കോടതിയുണ്ടല്ലോ. ആ പടച്ച റബ്ബിന്റെ കോടതിയിൽ 3 സ്ഥലങ്ങളുണ്ട്. റസൂലുള്ള വ്യക്തമായി പറയുന്നു, ആയിഷ, ആ 3 സ്ഥലങ്ങളിൽ ഒരു മനുഷ്യനെ ചെന്നു കഴിഞ്ഞാൽ ഫലാ യദ്കുറു അഹദുൻ അഹദാ, ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കൂല. നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവാകട്ടെ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട മാതാവാകട്ടെ, നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കടന്ന നിന്റെ പ്രിയപ്പെട്ട കൂടപ്പുറപ്പാകട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ ദുഃഖത്തിലും സന്തോഷത്തിലും താങ്ങും തണലുമായി നിന്റെ കൂടെ കിടന്ന് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയാകട്ടെ, നിന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന നിന്റെ മക്കളാകട്ടെ. അല്ലാഹുവേ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി, ഒരാളും നാളെ തിരിഞ്ഞു നോക്കുകയില്ല. ഈ 3 സ്ഥലങ്ങളിൽ ഒരു മനുഷ്യൻ ചെന്നു കഴിഞ്ഞാൽ മറ്റൊരാള് സഹായിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ 3 സ്ഥലമൊന്ന് പറഞ്ഞു തരുമോ നബിയേ? ഒരാളും തിരിഞ്ഞു നോക്കാത്ത, അവനവനല്ലാതെ മറ്റൊരാളും സഹായിക്കാനില്ലാത്ത പടച്ച റബ്ബിന്റെ പരലോകത്തിലെ 3 സ്ഥലങ്ങൾ ഏതാണെന്ന് മുത്തുനബിയോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ. പരിശുദ്ധമായ റമളാനിന്റെ മഗ്ഫിറത്തിന്റെ 10 നോമ്പ് പിടിച്ചുകൊണ്ട് തളർന്ന ശരീരവുമായി ഒട്ടിയ വയറുമായി പടച്ചവരെ തൊണ്ടപട്ടി വരുന്ന സമയത്ത് ഈ പുണ്യമായ മജ്ലിസിൽ ഒരുമിച്ചു കൂടിയവരെ ഈ 3 സ്ഥലങ്ങളിൽ നീ മാത്രമേ കാണൂ. ഈ 3 സ്ഥലങ്ങളിൽ നീ ചെയ്യുന്ന നന്മകൾ മാത്രമേ കാണൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, ആയിഷ, ഒന്നാമത്തെ സ്ഥലം ഏതെന്നറിയുമോ?
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാനും നിങ്ങളും ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയതുണ്ടല്ലോ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായിട്ട് ഞാനും നിങ്ങളും ചെയ്തു വെച്ചിരിക്കുന്ന സർവ്വ നന്മകളും തിന്മകളും ഉണ്ടല്ലോ, അല്ലാഹു തൂക്കുന്ന രംഗമുണ്ടല്ലോ, മീസാൻ എന്ന് പറയുന്ന ത്രാസുണ്ടല്ലോ, നന്മ തിന്മകൾ തൂക്കുന്ന സമയമുണ്ടല്ലോ സ്വഹാബാ. അവിടെ ഒരാളും മറ്റൊരാളെ സഹായിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് തൂക്കുന്ന ഒരു ത്രാസുണ്ട്, മീസാൻ. ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളെല്ലാവരും മീസാനിനെ കുറിച്ച് പഠിക്കുന്നവരാ, കേൾക്കുന്നവരാ. അള്ളാഹു മീസാനിനെ കുറിച്ച് പഠിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വൽ വസ്നു യൗമഇദിനിൽ ഹഖ്. പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, അന്നത്തെ ദിവസങ്ങൾ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന ഒരു ത്രാസ് ഉണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാ. നന്മതിന്മകൾ തൂക്കുന്ന ഒരു ത്രാസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് നമുക്ക് ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് അവിടെ നിന്ന് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിന്റെ വലുപ്പത്തെക്കുറിച്ച്, അതിന്റെ വലുപ്പത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യദുല്ലാഹ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, നാളെ പരലോകത്ത് വെച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ വെച്ചുകൊണ്ട് നന്മ തിന്മകൾ തൂക്കുന്ന ഒരു രംഗത്തെക്കുറിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ലോകത്ത് ഭാരവും വലുപ്പവുമുള്ള ആളുകൾ നാളെ പരലോകത്തേക്ക് കടന്നു വരുന്ന രംഗങ്ങളെ കുറിച്ച്, ജീവിതത്തിൽ ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത മനുഷ്യരെ കുറിച്ച് അവർ നാളെ പരലോകത്തേക്ക് കടന്നു വരും. ഒരുപാട് സൽക്കർമ്മങ്ങളായി ഒരുപാട് നന്മകളുമായി നാളെ പരലോകത്തേക്ക് കടന്നു വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തടിച്ച വലിയ ഒരു മനുഷ്യൻ അന്ത്യനാളിൽ കൊണ്ടുവരപ്പെടും. ഒരുപാട് ആരോഗ്യമുള്ള ഒരു വലിയ മനുഷ്യനെ നാളെ പരലോകത്തേക്ക് കൊണ്ടുവരും. ഒരു കൊതുകിന്റെ ചിറകിന്റെ കനം പോലുമില്ലാതെ അള്ളാഹു അവന്റെ അടുക്കൽ അവൻ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. വലിയ രീതിയിലാ കടന്നു വരിക. ഒരുപാട് നിസ്കാരമുണ്ടാകും, ഒരുപാട് നോമ്പ് കടിച്ചിട്ടുണ്ടാകും, ഒരുപാട് ദാനധർമ്മങ്ങളും സദഖകളും ഒരുപാട് സൽക്കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അള്ളാഹുവിന്റെ മുന്നിൽ അതൊന്നും സ്വീകരിക്കപ്പെടാത്തൊരവസ്ഥയിൽ, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലുമില്ലാത്തൊരവസ്ഥയിൽ, അവന്റെ നന്മകൾ അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന ഒരവസ്ഥയിൽ നാളെ ചിലരെ പരലോകത്തേക്ക് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ നന്മ തിന്മ തൂക്കുന്ന ത്രാസ്, ആ നന്മ തിന്മ തൂക്കുന്ന ത്രാസിൽ നന്മയുടെ ത്രാസ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഭാരമുള്ളതായിരിക്കണം. ആ നന്മയുടെ ത്രാസ് ഭാരമുള്ളതായിരിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയൂ. അല്ലെങ്കിൽ പരാജയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഭയാനകമായ നരകത്തിലേക്ക് കടന്നു പോകുന്ന ഒരവസ്ഥ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും, ഈ ഇരിക്കുന്ന നിരന്നിരിക്കുന്ന ഒരു 15 വയസ്സ് മുതൽ, അല്ലെങ്കിൽ ഒരു 10 വയസ്സ് മുതൽ 50, 60, 70 വയസ്സ് വരെ പ്രായമുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ടത്, അവനവൻ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. ഹസിബു ഖബിലൻ തുഹാസബു എന്നാണല്ലോ. നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കുക, പടച്ചവനെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു നന്മയെക്കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു നന്മയെക്കുറിച്ച്, ഏതെങ്കിലും ഒരു വക്കത്തെ നിസ്കാരം, അല്ലെങ്കിൽ ഇന്ന് ഏകദേശം ഒരുപാട് നോമ്പ് നമ്മൾ പിടിച്ചല്ലോ, പിടിച്ച ഏതെങ്കിലും ഒരു നോമ്പ്. എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഉസ്താദ് പരിശുദ്ധമായ ഖുർആന് പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു, ഒരായത്തെങ്കിലും ഒരു ദിവസം ഓത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങൾ മോദിയിരിക്കുന്ന പരിശുദ്ധമായ ഖുർആനിലെ ഏതെങ്കിലും ഒരായത്ത്, ഏതെങ്കിലും ഒരു ചെറിയ സൂറത്ത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് ധൈര്യത്തിൽ പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് മുമ്പ്
പ്രസംഗിച്ച ഉസ്താദ് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളെ കുറിച്ച് പറഞ്ഞു. അയാൾ പോയപ്പോൾ അദ്ദേഹം പോയത് നന്നായി. കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളെ കുറിച്ചു അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണിന് കാഴ്ചയില്ലാത്തൊരു മനുഷ്യനെ കുറിച്ച് അവിടെ നിന്ന് ഇങ്ങനെ പറയുകയുണ്ടായി. ഒരുപാട് അൽഹംദുലില്ലാ പള്ളിക്കും മദ്രസയ്ക്കും വേണ്ടി അദ്ദേഹം ഒരുപാട് സംഭാവന 1 ലക്ഷം രൂപ കൊടുത്തു. ഇനി ഇവിടെ പണിയാൻ പോകുന്ന പള്ളിയുടെ വാതിലിനുള്ളത് എത്ര രൂപയാണെങ്കിലും ഞാൻ തരാമെന്ന് എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നി. കാരണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ കണ്ണിൻ്റെ കാഴ്ച ശക്തി തിരിച്ചെടുത്താൽ ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ടൊരു സ്വഹാബി അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹുവേ, എനിക്ക് ഉറപ്പായി പടച്ചവനെ ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന്. അല്ലാഹുവേ, ഞാൻ ചോദിച്ചത് നീ എനിക്ക് തന്നല്ലോ. അല്ലാഹുവേ, ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് എനിക്ക് ഉറപ്പായി പടച്ചവനെ. ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞത്, ഞാൻ കഅബാലയത്തിൻ്റെ മുറ്റത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ, മരിക്കുന്നതിന് മുമ്പ് ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് എനിക്ക് നീ അറിയിച്ചു തരണം. ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ എനിക്ക് അടയാളം കാണിച്ചു തരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കഅബയുടെ മുന്നിൽ നിന്ന് ദുആ ചെയ്തു. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് എന്തടയാളമാണ് അള്ളാഹ് കാണിച്ചു തന്നേ? നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് എന്തടയാളമാണ് അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തന്നത്? ആ സമയത്താണ് സ്വഹാബി വര്യം പറഞ്ഞത്, ഒരാളുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ ആ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പകരം അള്ളാഹു കൊടുക്കുന്നത് സ്വർഗമാണെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുടെയെങ്കിലും ഒരാളുടെ കണ്ണിൻ്റെ കാഴ്ച അള്ളാഹു തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം സ്വർഗമാണ്. അൽഹംദുലില്ലാ, ആ മനുഷ്യനാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒക്കെ എടുക്കാൻ സമയമായോ? ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ, നമ്മൾ നിൽക്കുന്ന ഇതേ സ്ഥലത്താണ് പള്ളി കെട്ടുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ ഇനി ഇവിടെ ഒരു പള്ളിയായിരിക്കാം. ഇമാം ഷാഫി റളിയല്ലാഹു തആലയുടെ പേരിലാണ് പള്ളി. അൽഹംദുലില്ലാ. അപ്പോൾ ഇവിടെ ഒരു പള്ളി പണിയാനുള്ള ലക്ഷ്യമാണ്. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനവൻ്റെ കയ്യിൽ നിന്നൊരല്പം എടുക്കണം. ഒറ്റയ്ക്ക് പള്ളി കെട്ടിക്കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. പള്ളി ഉള്ള സ്ഥലത്ത് പള്ളി കെട്ടുന്നതും പള്ളി ഇല്ലാത്ത സ്ഥലത്ത് പള്ളി കെട്ടുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഉസ്താദന്മാരോട് ചോദിച്ചാൽ മതി. ഞാനിത് പറയണില്ല. പള്ളി ഉള്ള ഒരു സ്ഥലത്ത് പള്ളി കെട്ടാൻ പൈസ കൊടുക്കുന്നതും പള്ളി ഇല്ലാത്ത സ്ഥലത്ത് ഒരു പുതിയ പള്ളി കെട്ടാൻ വേണ്ടി പൈസ കൊടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നിങ്ങൾ ഉസ്താദന്മാരോട് ചോദിക്കണം. അൽഹംദുലില്ലാ, ഈ സ്റ്റേജ് നിൽക്കുന്ന സ്ഥലത്ത് അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ ഒരു പള്ളി കെട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാ, പലതുള്ളി പെരുവെള്ളം. ഒരു പള്ളി പണിയുമ്പോൾ ആ പള്ളിയിൽ പണിയുന്നതിൽ പങ്കാളികളാകാൻ അള്ളാഹു നമുക്കൊരവസരവും ഒരു ചാൻസും തരികയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കിട്ടിയ അവസരം മുതലാക്കുക. എല്ലാവരും അൽഹംദുലില്ലാ മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ, എന്നിട്ട് അള്ളാഹുവിനോട് പറയണം, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് നിന്റെ കഅബയുടെ മുന്നിലെത്തണം. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം, പടച്ചവനെ, ഞാൻ കൊടുക്കുന്ന ഈ സദഖയ്ക്ക് പകരം പടച്ചവനെ എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് തരണം. അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പൊ പുതിയ നിയമം അനുസരിച്ച് 60-65 വയസ്സ് കഴിഞ്ഞവർക്ക് ഇപ്പൊ ഹജ്ജിന് പോകാൻ പറ്റാത്ത അവസ്ഥ. 60-65 വയസ്സ് കഴിഞ്ഞവർക്ക് നമ്മൾ സാധാരണ ആ സമയത്ത് ഹജ്ജിന് പോകാൻ എല്ലാവരും ഇരിക്കുക, പ്രായമാകണ സമയത്ത് പോകാം, അങ്ങനല്ലേ? വയസ്സാം കാലത്ത് CC അടഞ്ഞ് തീരാൻ നിൽക്കണ സമയത്ത് പോകാൻ വേണ്ടി. കാരണം എന്തേ? ഇപ്പൊ ഹജ്ജിന് പോയാൽ നന്നാകണം. പ്രായമാണ് സമയത്താണെങ്കിൽ പിന്നെ ഹാജിയെ പോലെ ജീവിക്കണം. അപ്പോൾ ആ നിയമം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിയമങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ സദഖ കൊടുക്കുമ്പോൾ ഇബ്രാഹിം നബിയുടെ വിളി കേട്ട് ആ പുണ്യമായ പരിശുദ്ധമായ കഅബയിൽ ഹജ്ജിന് പോകുന്ന ഭാഗ്യവാന്മാരിൽ നമ്മൾ പെടണം. ആ ഒരു നീയത്തോടെ എല്ലാവരും ഒരു സദഖയെടുക്ക്. ഹജ്ജിന് പോകണമെങ്കിൽ പൈസയല്ല വേണ്ടത്, അതിനേക്കാളും മുകളിൽ വേണ്ടത് അൽഹംദുലില്ലാ ആഗ്രഹവും ദുആയുമാണ്. അള്ളാഹു ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ ഒരു നല്ല സദഖ എടുത്തോ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ നമ്മൾ റേഷൻ കടയിൽ പോകുമ്പോൾ, കടയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തൂക്കുമ്പോൾ ഇങ്ങനെ വാരി വാരി ഇടുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കാറുണ്ട്, പടച്ചവനെ ഇതെന്താ ഇങ്ങനെ തൂക്കണേന്ന്. എങ്കിലും അവിടെ പല കള്ളത്തലങ്ങളും കാണിക്കും. എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് മീസാൻ എന്ന് പറയുന്ന ത്രാസ് തൂക്കുന്നതാരാ? അല്ലാഹുവേ, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ നീതിമാനായ പടച്ച റബ്ബാണ്. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല
അവിടെ അനീതി കാണിക്കാറില്ല. അല്ലാഹുവാണ് ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ അവിടെ തൂക്കുന്നത്. നന്മകൾ തൂക്കുന്നത് പടച്ച റബ്ബാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ ഒരിക്കലും യഥാ അനീതി കാണിക്കുകയില്ല. അതുകൊണ്ട് ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ നന്മയുടെ ത്രാസ് ഇങ്ങനെ കൂടണമല്ലോ. ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ അകത്ത് ഒരുപാട് നന്മ കൂടണമല്ലോ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, മീസാൻ എന്ന് പറയുന്ന ത്രാസ് അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല, അതത്ര ചെറുതൊന്നുമല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ വലുപ്പം എത്രയാണെന്നറിയുമോ? മീസാൻ എന്ന് പറയുന്ന ത്രാസ് ഉണ്ടല്ലോ, കടയിൽ കാണുന്ന റേഷൻ കടയിൽ കാണുന്ന ത്രാസുകളല്ല, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ത്രാസ്. അതിന്റെ വലിപ്പം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഈ ഭൂമിയും ഈ ആകാശവും അതിനകത്ത് വെച്ച് തൂക്കാൻ കഴിവുള്ള ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ, ഈ ദുനിയാവ് മുഴുവനും വെച്ച് തൂക്കാൻ പറ്റുന്ന രീതിയിൽ വലിപ്പമുള്ളതാണ് മീസാൻ എന്ന് പറയുന്ന ത്രാസ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. രണ്ട് കാര്യങ്ങളെ കുറിച്ച് അവിടുന്ന് പ്രവാചകനെ പരിചയപ്പെടുത്തുകയാണ്. മീസാൻ എന്ന് പറയുന്ന ത്രാസ് വല്ലാത്ത വലിപ്പമുള്ളതാ. അതുപോലെ തന്നെ സിറാത്ത് എന്ന് പറയുന്ന പാലവും വല്ലാത്ത വലിപ്പമുള്ളതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്ന മീസാൻ എന്ന് പറയുന്ന ത്രാസ് ഉണ്ടല്ലോ, ആ ത്രാസിന്റെ അകത്ത് ഈ ഭൂമിയും ഈ ആകാശവും പടച്ചവരെ ഈ പ്രപഞ്ചം മുഴുവനും വെച്ചുകൊണ്ട് തൂക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലാഹു അതിനെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് വിശദീകരിക്കുമ്പോ സഹാബത്ത് പ്രവാചകന്റെ മുഖത്തിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തേ സ്വഹാബ, നിങ്ങൾ എന്നെ നോക്കുന്നത് എന്തേ സ്വഹാബ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇത് എങ്ങനെയാണ് നിറയ്ക്കുന്നത് നബിയേ? ഈ പ്രപഞ്ചം മുഴുവനും തൂക്കാൻ വലിപ്പമുള്ള ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസ് എങ്ങനെയാണ് നിങ്ങൾ നന്മകൾ ചെയ്തുകൊണ്ട് നിറയ്ക്കുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, മീസാനിനെ നിറയ്ക്കുന്ന ചില നന്മകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ സഹാബാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിക്കുകയാ, ആ മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കുന്ന ചില നന്മകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന നന്മകൾ ആരെങ്കിലും ചെയ്താൽ ഇത് നിസ്സാരമായ കാര്യമാണ്, ഇത് ചെറിയ കാര്യമാണ്. ഈ പറയുന്ന നന്മകൾ നിസ്സാരമാണെന്ന് തള്ളിക്കളയാതെ ഈ പറയുന്ന നന്മകൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്യാൻ തയ്യാറായ ഇത് മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, മീസാൻ എന്ന് പറയുന്ന ഈ ഭൂമിയും ആകാശവും വരെ തൂക്കാൻ വലിപ്പമുള്ള ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ നിറയ്ക്കുന്ന ഒന്നാമത്തെ നന്മ ഏതെന്നറിയുമോ സ്വഹാബാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്റുണ്ടല്ലോ, നമ്മളെല്ലാവരും പറയുന്ന ദിക്റുകളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആ ഷഹാദത്ത് കലിമയുണ്ടല്ലോ, അത് മീസാൻ എന്ന ത്രാസ് നിറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എല്ലാവർക്കും അറിയുന്ന ദിക്റാണ്. ഇതെല്ലാം
എല്ലാവർക്കും അറിയുന്നവരാണ്. ഇതിന്റെ മഹത്വം അറിയാത്തവരില്ല. എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം ഇത് പറഞ്ഞുകൊണ്ട് മരിക്കണമെന്നാ. ഈ നിരന്നിരിക്കുന്ന ഓരോ മനുഷ്യനുണ്ടാകട്ടെ, ഇവിടെ ഇരിക്കുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ പ്രായമുള്ളവരാകട്ടെ കൊച്ചുകുട്ടികളാകട്ടെ, എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു അഭിലാഷമാണ് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയത്ത് അവസാനമായി പടച്ചറപ്പ് നിന്ന നാവ് കൊണ്ട് അവസാനമായിട്ട് പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞിട്ട് മരിക്കണമെന്ന് എനിക്കും നിങ്ങൾക്കും വല്ലാത്ത മോഹമാണ്. ഇത് പറഞ്ഞിട്ട് മരിക്കുന്നവർക്കാണ് സ്വർഗമുള്ളത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും പറഞ്ഞത് ഇത് പറഞ്ഞിട്ടേ നിങ്ങൾ മരിക്കാവൂ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും ഇവിടുന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് പറഞ്ഞിട്ടേ നിങ്ങൾ മരിക്കാവൂ എന്ന്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പോലും അവിടുന്ന് പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ അറിയുന്നവരാണ്. നിസ്കരിക്കാൻ അറിയാത്തവനും ഖുർആൻ ഓതാൻ അറിയാത്തവനും അല്ലാഹുവേ പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയുമല്ലോ. പക്ഷേ നമ്മളിൽ പലരും അത് പറയാറില്ല. നമ്മളിൽ പലരും അത് പറയാറില്ല. അറിയോ മുഹമ്മദ് മുസ്തഫ പറയുകയാണ് പ്രവാചകന്മാരുടെ അനുയായികൾ മുഴുവൻ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു മനുഷ്യനെ കൊണ്ടുവരികയാണ്. റസൂൽ പറയുകയാണ് പടച്ചറപ്പിന്റെ കോടതി നിൽക്കുമ്പോ മലക്കുകൾ ഒരു മനുഷ്യനെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. പ്രവാചകൻ അവിടെന്ന് പറയുന്നു അയാളുടെ കണ്ണെത്താ ദൂരത്തോളം അവന്റെ ഏടുകൾ അവിടെ നിന്നിങ്ങനെ വിതറപ്പെടുകയാണ്. അവൻ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളും അതാ അവന്റെ ചുമലിലിരിക്കുന്ന മലക്കുകൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു കണ്ണെത്താ ദൂരം വരെ അവന്റെ കിതാബ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ആ മനുഷ്യന്റെ മുന്നിലേക്ക് ആ ഏടുകൾ ഇങ്ങനെ വിതറപ്പെടുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുകയാ ഈ കാണുന്നതൊക്കെ നീ നിഷേധിക്കുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു ഞാനും നിങ്ങളും നാളെ പടച്ചറബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ നമ്മുടെ ചുമലിലിരിക്കുന്ന മലക്കുകൾ എഴുതി വെച്ചിരിക്കുന്ന കിതാബ് എടുത്ത് റബ്ബ് നമ്മുടെ കയ്യിലേക്ക് തരുമല്ലോ. കാണുന്ന സമയത്ത് മനുഷ്യൻ ചോദിക്കുകയാ ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാ. എല്ലാം ഒരെണ്ണം പോലും വിട്ട് കളയാതെ ഇതിനകത്തുണ്ടല്ലോ പടച്ചവര്. അല്ലാഹുവേ ഇതെന്ത് കിതാബാ എന്ന് നാളെ പരലോകത്ത് വെച്ച് നന്മതിന്മ എഴുതിയ കിതാബ് കാണുന്ന സമയം ജനങ്ങളെ ചോദിക്കുമെന്ന് ഖുർആൻ പറയുമ്പോ ഈ പരലോകത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന മനുഷ്യന്റെ ഗ്രന്ഥമെടുത്തിങ്ങനെ നീട്ടിവെക്കുകയാണ്. കിലോമീറ്ററുകളോളം നീളമുള്ള അവന്റെ കിതാബ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു മനുഷ്യ ഇത് നീ നിഷേധിക്കുന്നുണ്ടോ? എന്റെ മലക്കുകൾ നിന്നോട് അക്രമം പ്രവർത്തിച്ചു എന്ന് നീ കരുതുന്നുണ്ടോ? അല്ലാഹു നാളെ പരലോകത്ത് വെച്ച് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുന്നു ഇല്ല അല്ലാ, ഒരിക്കലും ഞാൻ നിഷേധിക്കുന്നില്ല റബ്ബേ. മലക്കുകൾ അക്രമം ചെയ്തിട്ടില്ല അല്ലാ, ഇത് മുഴുവനും ഞാൻ ചെയ്തതാണ് റബ്ബേ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ നാളെ പരലോകത്ത് വെച്ച് പറയുമ്പോ അതാ തിന്മയുടെ ത്രാസാണ് പടച്ചവര്. തിന്മകൾ മാത്രമല്ലാതെ നന്മകൾ വളരെ കുറവാണ്. തിന്മകൾ ഒരുപാടുണ്ട്, നന്മകൾ വളരെ കുറവാണ്. ആ സമയത്ത് ആ മനുഷ്യന് മനസ്സിലായി ഇനി ഞാൻ രക്ഷപ്പെടൂല, ഇവിടെ ഒരിക്കലും നന്മ എന്റെ ത്രാസിൽ
കുറവാണല്ലോ, ഞാൻ രക്ഷപ്പെടില്ല എന്ന് കരുതിയിട്ട് ആ മനുഷ്യൻ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിങ്ങനെ തല താഴ്ത്തി നിൽക്കുമ്പോ റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചെറിയ കാർഡ് എടുത്തിട്ട് ആ നന്മയുടെ ത്രാസിലേക്ക് വെക്കുകയാ. അതാ പടച്ചവന് അല്ലാഹു ഒരു ചെറിയ ഒരു കാർഡ് എടുത്തിട്ട് നന്മയുടെ ത്രാസിലേക്ക് വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നന്മയുടെ ത്രാസിൽ ഭാരം കൂടുകയാ. ആ സമയത്ത് ആ മനുഷ്യൻ ചോദിക്കുന്നു, അല്ലാ, ഇതേത് നന്മയാ അല്ലാ, ഇതേത് നന്മയാ അല്ലാ. ആ സമയത്ത് അവിടെ നിന്ന് പടച്ച റബ്ബ് പറയുകയാണ്, നീ ദുനിയാവിൽ വെച്ച് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ പറഞ്ഞ ദിക്റുണ്ടല്ലോ, എന്ന് നീ പറഞ്ഞ ദിക്റുണ്ടല്ലോ, ആ ദിക്റാണെന്ന് നാളെ അല്ലാഹു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പടച്ചവനെ കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന ദുനിയാവിൽ ചെയ്തു കൂട്ടിയ അവന്റെ പാപങ്ങളുടെ വലുപ്പം അത്രയും വലുപ്പമാണ്. പക്ഷേ ആ വലുപ്പങ്ങളെ മുഴുവനും പരാജയപ്പെടുത്തിക്കൊണ്ട് നന്മയുടെ ത്രാസിൽ ഭാരം കൂടാൻ ആ മനുഷ്യൻ ചെയ്ത ഒരേ ഒരു നന്മയെന്ത്? ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് ആ മനുഷ്യന് നാളെ അവിടെ പ്രയോജനപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, കയ്യിലെ തസ്ബീഹ് ഇട്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ. മരണ വീട്ടിൽ പടച്ചവനെ 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമല്ലോ. പറയുന്നവർക്ക് എത്ര പേർക്കാണ് ഇഖ്ലാസ് ഉള്ളത്? അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് പറയുന്നവർ എത്ര പേരാ ഉള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, സാധാരണ ഒരു ദിക്റല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, അബൂ ഹുറൈറ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവന് സ്വർഗ്ഗത്തിലാണ്. അബൂ ഹുറൈറ, ഇഖ്ലാസോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പടച്ചവനെ അവന് സ്വർഗ്ഗത്തിലാണ്. അബൂ ഹുറൈറ തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഇത് ഞാൻ ജനങ്ങളോട് പറയട്ടെ നബിയേ, ഇത് ഞാൻ ജനങ്ങളോട് പറയട്ടെ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ അനുവാദം കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഓരോ ആണിനോടും പെണ്ണിനോടും പറയുകയാ, അത് കേവലം ഒരു ദിക്റ് മാത്രമല്ല, അത് മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ നിറയ്ക്കുന്ന ദിക്റാ. പടച്ച റബ്ബേ, അത് പറയുന്നവന് സ്വർഗ്ഗമുണ്ട്, അത് പറയുന്നവന് സ്വർഗ്ഗമുണ്ട്. ഞാനും നിങ്ങളും പടച്ചവനെ മരിക്കുന്ന സമയത്ത് അത് പറഞ്ഞിട്ട് മരിക്കണമെന്ന് കുതിക്കുന്നവരാ. അതുകൊണ്ട് ഇഖ്ലാസോടുകൂടി വേണം ആ ദിക്റ് പറയാൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ നിറയ്ക്കുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദിക്ർ മീസാനിനെ നിറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അൻ അബീ സുറ റളിയല്ലാഹു തആല അൻഹു നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ സഖീലതാനി ഫിൽ മീസാൻ.
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതൊരു ദിക്ർ പറഞ്ഞു കൊടുക്കുകയാണ്. മീസാൻ എന്ന് പറയുന്ന ത്രാസില് ഭാരം കിട്ടുന്ന ഒരു ദിക്റിനെ കുറിച്ച് പ്രവാചകൻ അവിടെന്ന് പറയുകയാ. റസൂലുള്ളാഹി പറയുന്ന രണ്ട് കലിമത്തുകൾ നാവിന് ഭാരമില്ലാത്തവയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന രണ്ട് കലിമത്തുകൾ ഉണ്ടല്ലോ, അത് നാവിന് ഭാരമില്ലാത്തതാണ്. അവ രണ്ടും മീസാനിൽ ഭാരമുള്ളവയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ. സഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മീസാനിൽ നിറയ്ക്കുന്ന ദിക്ർ ഏതാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇത് പറയാൻ എളുപ്പമുള്ള ദിക്റാണ്, ഇത് പറയാൻ എളുപ്പമുള്ള ദിക്റാണ്. ഇത് മീസാനിനെ നിറയ്ക്കുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ടുള്ള പ്രായമുള്ളവർക്ക് ഇതിനെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പടച്ചവനെ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് അല്ലാഹുവേ പള്ളിക്കകത്തിരുന്നിട്ട് അല്ലെങ്കിൽ വീടിനകത്തിരുന്നിട്ട് മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന ഒരു 10 മിനിറ്റ് മുമ്പ് എല്ലാവരും ഉളുവെടുത്ത് എഴുന്നേറ്റ് പടച്ചവനെ നിസ്കാരപ്പായിൽ വന്നിരുന്നിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അങ്ങനെ ദിക്ർ പറയുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചവനാ ഞാനും നിങ്ങളും. നമ്മുടെ ഉപ്പ പറയുമായിരുന്നല്ലോ, നമ്മുടെ ഉമ്മ പറയുമായിരുന്നല്ലോ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് നിസ്കാരപ്പായിലിരുന്ന് കൊണ്ട് ഇങ്ങനെ ദിക്ർ പറഞ്ഞ് പഠിച്ചവരാ ഞാനും നിങ്ങളും. പക്ഷേ പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ മഹത്വം അറിയുമല്ലോ. അല്ലാഹുവേ, നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്തിന്റെ മഹത്വം അറിയുന്നവരല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ദുആ ചെയ്താ സ്വീകരിക്കുന്ന ഒരു സമയം പറഞ്ഞു തരട്ടെ. എല്ലാവരും ദുആ ചെയ്യുന്നവരാണല്ലോ, ദുആയ്ക്കൊരു കുറവില്ലല്ലോ. ഉസ്താദേ, രോഗം മാറുന്നില്ലല്ലോ, കടം മാറുന്നില്ലല്ലോ, പ്രയാസങ്ങൾ മാറുന്നില്ലല്ലോ, കച്ചവടത്തിൽ അഭിവൃദ്ധിയില്ലല്ലോ, കടം മാറുന്നില്ലല്ലോ, എനിക്ക് അല്ലാഹു മക്കളെ തരുന്നില്ലല്ലോ, എനിക്ക് സമാധാനമുള്ള ഒരു ജീവിതം കിട്ടുന്നില്ലല്ലോ, എത്ര ദുആ ചെയ്തിട്ടും അല്ലാഹു എനിക്ക് ഉത്തരം നൽകുന്നില്ലല്ലോ. പരാതി പറയുന്നവര്, മജ്ലിസുകൾ കേറി ഇറങ്ങി നടക്കുന്നവര്, എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ റസൂല് നിനക്ക് സമയം വരെ പറഞ്ഞു തന്നോ. ദുആ ചെയ്താ തള്ളപ്പെടാത്ത സമയം, ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയം, എന്തേ നീ അത് ഉപയോഗപ്പെടുത്താത്തത്? എന്തേ നിങ്ങളത് നിസ്സാരമാക്കി കളയുന്നത്? ഈ പ്രപഞ്ചം തന്നെ സെട്ടിക്കാ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അതാ രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പ് പിടിച്ചിട്ട് ആ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന 6:30 മുതലുള്ള സമയമുണ്ടല്ലോ, 6 മണി കഴിയുന്ന സമയമുണ്ടല്ലോ, അല്ലാഹുവേ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് ഭക്ഷണവും എടുത്തു വെച്ചിട്ട് നോമ്പ് മുറിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന സമയമുണ്ടല്ലോ. ആ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കൈ ഉയർത്തിയാൽ അവന്റെയും അല്ലാഹുവിന്റെ ഇടയിൽ മറയില്ല, അവന്റെയും അല്ലാഹുവിന്റെ ഇടയിൽ ഒരു മറയുമില്ല. ആ സമയത്ത് നോമ്പ് മുറിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്താ, ഏത് മനുഷ്യനാണെങ്കിലും അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമയം വരെ പറഞ്ഞു തന്നു. നോമ്പ് മുറിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ 6:15 കഴിഞ്ഞ് 6:40 ഇടയിൽ ആ നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം ആര് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി ആരാപ്പാ സമയത്ത് ദുആ ചെയ്യണേ? ആരാ സമയത്ത് ദുആ ചെയ്യണേ? എല്ലാവരും ഭക്ഷണം വിളമ്പാനുള്ള തിരക്ക്, പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും. എടോ, പണ്ടൊക്കെ നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയും ഇന്നും ചില പള്ളികളിൽ ചെല്ലുമ്പോൾ കാണാം മഗ്രിബിന് മുമ്പ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം പ്രായമുള്ളവരിരുന്ന് പറയുന്നത് കാണാം.
ഈ ദിക്ർ മീസാനിനെ നിറയ്ക്കുന്ന ദിക്റാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കില്ല. ഇന്ന് നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള ആ ഒരു സമയത്ത് ദുആയ്ക്ക് പോലും ഉത്തരമുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പടി നമ്മൾ കാര്യം പറയും. ആഹാരമെടുത്ത് മുന്നിൽ വെച്ചിട്ട് പോലും ഏറ്റവും വലിയ വിഷമം തോന്നുന്നത് രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 6:30 വരെ പട്ടിണി ഇരുന്നിട്ട് ആ അവസാന സമയത്ത് കൊണ്ടുപോയി ആ നോമ്പിന്റെ പ്രതിഫലം കളയുന്ന ദുരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിന്നെ പറയേണ്ടതുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, കുറ്റം പറയാനും കഴിയില്ല. ഭക്ഷണം ഇങ്ങനെ വാരിക്കോരി വെക്കുക. നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നതിനുള്ള പ്രതികാരം ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ ഭക്ഷണമൊക്കെ. എന്തോ ആരോടെ പടച്ചവനെ, പണ്ടൊക്കെ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു കാരക്കയും ഒരല്പം വെള്ളവും, പടച്ചവൻ നോമ്പ് നിസ്കാരം കഴിഞ്ഞ ഒരു കഞ്ഞി, ഇത്രയേ ഉള്ളൂ. ഇന്ന് പടച്ചവനെ ചുട്ടതും പൊരിച്ചതും വറുത്തതും കരിച്ചതും ആ ഷവായി എന്തൊക്കെ തിന്നാൻ പറ്റുമോ അത് മൊത്തവും. സാധാരണ റമളാൻ മാസം എത്തുമ്പോൾ എല്ലാവരുടെ തടി കുറയും. ഇപ്പൊ റമളാൻ വന്നാൽ തടി കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ തീറ്റിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നിട്ട് പലരുടെയും സ്റ്റാറ്റസ് തന്നെ കാണണം, ഭക്ഷണത്തിൻ്റെ സ്റ്റാറ്റസാ. ഇന്നലെ നോമ്പ് തുറയ്ക്ക് പോയിരുന്നതിൻ്റെ സ്റ്റാറ്റസ് ഇടുന്ന കാലം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ ദിക്ർ അത്ര നിസ്സാരമായിട്ടുള്ള ദിക്റല്ല. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ നിറയ്ക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ അബീ സൽമ റളിയല്ലാഹു തആല അൻഹു ഖാല സമഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഖിൻ വ അശാറ ബിയദിഹി ബിഖംസ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കൈകൊണ്ട് 5 ആംഗ്യം കാണിച്ചു. ഇവകൾ മീസാനിൽ വളരെ ഭാരം നിറയ്ക്കുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 കാര്യങ്ങൾ പ്രവാചകൻ ഇങ്ങനെ 5 എന്ന് എണ്ണം കാണിച്ചു. 5 എന്ന് എണ്ണം കാണിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇത് 5ഉം മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ഭാരം കൂട്ടുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5 വാചകങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. 1 സുബ്ഹാനല്ലാഹ്, 2 അൽഹംദുലില്ലാഹ്, 3 ലാ ഇലാഹ ഇല്ലല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു അക്ബർ ഈ പറയുന്ന സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറു, നമ്മൾക്ക് പറയുന്ന ദിക്ർ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് പോലും നമ്മൾ പറയത്തില്ല. പള്ളിയിൽ നിന്ന് ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ ഉസ്താദന്മാർ ഇരുന്നിട്ട് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഇതുപോലും പറയാൻ മടിയുള്ളവരാ നമ്മൾ. ഈ പ്രപഞ്ചം മുഴുവനും വെച്ച് തൂക്കിയാലും തൂക്കാൻ കഴിയുന്ന രീതിയിലുള്ള മീസാൻ എന്ന് പറയുന്ന ത്രാസ്, ആ ത്രാസ് എങ്ങനെയാണ് ഭാരം കൂട്ടാൻ കഴിയുന്നത്? ഈ ദിക്ർ കൊണ്ട് അതിന് കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, 4 കാര്യങ്ങൾ ചെയ്തിട്ടേ നീ ഉറങ്ങാവൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 4 കാര്യങ്ങൾ ചെയ്തിട്ടേ കടന്നുറങ്ങാവൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, ഞാൻ ചെയ്യേണ്ട 4 കാര്യം എന്താ? മുത്തുനബി പറഞ്ഞു കൊടുത്തു, ഒരു ഹജ്ജ് ചെയ്തിട്ടേ കിടന്നുറങ്ങാവൂ. റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, ഒരു ഹജ്ജ് ചെയ്തിട്ടേ നീ കിടന്നുറങ്ങാവൂ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അത്ഭുതത്തോടെ കൂടെ ചോദിച്ചു, നബിയ, എങ്ങനെ ഇപ്പം ഹജ്ജ് ചെയ്തിട്ട് കിടന്നുറങ്ങുന്ന എങ്ങനെ? എല്ലാ ദിവസവും ഹജ്ജ് ചെയ്യാൻ പറ്റും? എല്ലാ ദിവസവും ഹജ്ജ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഈ ദിക്ർ പറഞ്ഞിട്ട് ആരെങ്കിലും കിടന്നുറങ്ങിയാൽ അവനൊരു ഹജ്ജ് ചെയ്ത കൂലിയുണ്ടെന്ന അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രി കിടന്നുറങ്ങുന്ന സമയം ഈ ദിക്ർ പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്നവന് ഹജ്ജിൻ്റെ കൂലി കിട്ടും. അത്രയ്ക്കും വലിയ പ്രതിഫലം ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആര് ചെയ്യാനാ? അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഹയ്യ എന്ന് പോലും പറയാത്ത നമ്മളാ ഇനി സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ് പറയുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കുവാൻ അവിടുന്ന് പഠിപ്പിച്ചു തന്ന 2ാമത്തെ കാര്യം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ
അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഈ ദിക്ർ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ, പടച്ചവനെ ഈ ദിക്ർ പറയുന്ന മനുഷ്യനതാ മീസാനിലത് നന്മയുടെ കൂട്ടത്തിൽ അല്ലാഹു എഴുതപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മീസാൻ എന്ന് പറയുന്ന ത്രാസില് ഭാരമുണ്ടാക്കുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അന്നബി സല്ലല്ലാഹു റളിയല്ലാഹു തആല അൻഹു സമഅത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും എല്ലാം ജീവിതത്തിൽ അല്ലാഹു ലേക്ക് കടന്നു വരുമ്പോ ആരാണോ ശമിക്കുന്നത്, ആ ശമിക്കുന്നവൻ അത് മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ഭാരമുള്ള നന്മയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഒരുപാട് രോഗവുമായിട്ട് ഈ മജ്‌ലിസിലേക്ക് കടന്നു വന്നവരുണ്ടല്ലോ, ശരീരത്തിൽ രോഗം കാരണം വേദന സഹിക്കാൻ കഴിയാത്തവരുണ്ടല്ലോ, മനസമാധാനമില്ലാത്തവരുണ്ടല്ലോ, ഒരുപാട് പ്രയാസങ്ങളും ടെൻഷനുമായി നടക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ, നീ ക്ഷമിക്കേ, നീ ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചാ നീ അനുഭവിക്കുന്ന വേദന നിസാരമല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യനൊരു പനി വന്നാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു രാത്രി പനി വന്നാൽ, ആ പനി വന്നതിന്റെ പേരിൽ ആ മനുഷ്യന് ക്ഷമിച്ചാ അല്ലാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കാൻ പഠിക്ക്. ഈ പരിശുദ്ധമായ റമദാൻ മാസത്തില് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കാൻ നമ്മൾ പഠിച്ചവരല്ലേ. എടാ, കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, ശരീരം തളരുന്നുണ്ട്, തൊണ്ട വറ്റുകയാണ്, ഒരു കവള വെള്ളം കുടിക്കാൻ കൊതിക്കുകയാണ്. പടച്ചവനെ, എന്നാലും ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കാറില്ല, വെള്ളം കുടിക്കാറില്ല. പടച്ചവനെ, നമ്മൾ ക്ഷമിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് നോമ്പിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു നന്മയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ നിനക്ക് നന്മയുടെ ഭാരം കൂടണോ, അല്ലാഹു തരുന്ന പരീക്ഷകൾ നീ ക്ഷമിക്കാൻ പഠിക്ക്. ക്ഷമയുള്ളവരാകണം സഹോദരാ. അത് രോഗമാണെങ്കിലും പ്രയാസമാണെങ്കിലും എത്ര വലിയ വേദനയാണെങ്കിലും, മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ, എന്റെ രോഗം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യണം നബിയേ, എനിക്ക് അപസ്മാരത്തിന്റെ രോഗമാണ് നബിയേ, എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല നബിയേ, വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പിടഞ്ഞു വീഴുകയാണ്, വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒലിക്കുകയാണ്, വല്ലാത്ത വേദനയാണ് നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു സ്വാലിഹത്തായ പെണ്ണ് വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യാം, ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യാം, ദുആ ചെയ്താ നിന്റെ രോഗം മാറും. അല്ല, നീ ക്ഷമിക്കാൻ തയ്യാറായാ അല്ലാഹു അതിന് പകരം നിനക്ക് സ്വർഗം തരുമെന്ന് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, ആ അപസ്മാര രോഗം പിടിച്ച പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, ഈ വേദന സഹിച്ചാൽ അല്ലാഹു എനിക്ക് സ്വർഗം തരുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, അല്ലാഹു നിനക്ക് സ്വർഗം തരും, അല്ലാഹു നിനക്ക് സ്വർഗം തരും. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ആ മഹദി പറഞ്ഞു, മുത്തി നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണ്ട, എനിക്ക് സ്വർഗം മതി നബിയേ, ഈ
വേദന ഞാൻ സഹിക്കാൻ തയ്യാറാണ്, എനിക്ക് സ്വർഗം മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തിരിഞ്ഞ് നടന്നു പോയെന്ന് ചരിത്രം പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അള്ളാഹു നിങ്ങൾക്ക് പ്രയാസം തരുമല്ലോ, അള്ളാഹു നിനക്ക് വേദന തരുമല്ലോ, അള്ളാഹു നിനക്ക് പട്ടിണി തരുമല്ലോ, അള്ളാഹു ചിലപ്പം മരണങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമല്ലോ. പടച്ചവനെ അല്ലാ, കഴിഞ്ഞ മാസം അവസാനം പടച്ചവനെ മഞ്ചേശ്വരത്തുള്ള 1.5 വയസ്സുള്ള ഒരു പൊന്നുമോര്, 1.5 വയസ്സേ ഉള്ളൂ, അവന് പടച്ചവനെ 1 മാസക്കാലമായിട്ട് പനി മാറുന്നില്ല. അവസാനം ടെസ്റ്റ് ചെയ്തപ്പോ പടച്ചവനെ കിഡ്നിയിൽ ക്യാൻസറാ. അല്ലാ, അവസാനം ദിവസങ്ങൾ കഴിഞ്ഞതിന്റെ റിസൾട്ട് കിട്ടുമ്പോ ഞാൻ ആ സമയത്തുണ്ട്. പടച്ചവനെ ഡോക്ടർ പറഞ്ഞു ക്യാൻസർ രോഗമാണ്, കുഞ്ഞിന്റെ മൂത്രസഞ്ചിയിലേക്ക് പോയി എത്തിക്കഴിഞ്ഞു, ബാക്ക് സൈഡിലേക്ക് പോയി കഴിഞ്ഞു, ഇനി ചികിത്സ നടത്തിയിട്ട് കാര്യമില്ല. എന്റെ കൂടെ വന്നവർ പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ പറയണം ആ കുഞ്ഞിന്റെ വാപ്പയോട്, അല്ലാഹുവേ അവസാനം ആ ചെറുപ്പക്കാരനെ വിളിച്ചിരുത്തിയിട്ടവിടെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. 2 ദിവസം മുമ്പാണ് ആ 1.5 വയസ്സുകാരൻ മരണപ്പെട്ടു പോയത്. അല്ലാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയ കടന്നു വരുമ്പോ ഏതെങ്കിലും ഒരു മനുഷ്യന് ക്ഷമിക്കാൻ തയ്യാറായ അതിന് പകരം അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ വല്ലാത്ത ഭാരമാണ്. ആ സമയത്ത് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അതുകൊണ്ടല്ലേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പരീക്ഷണം കടന്നു വന്നാൽ നിങ്ങൾ സഹിക്കാൻ തയ്യാറാകണേ, നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാകണേ, നിങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യണേ. ഈ മജ്ലിസിൽ റമദാനിൽ നോമ്പ് പിടിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാര്, പ്രയാസമില്ലാത്ത ആരുമില്ലടോ. ഈ വഅദ് പറയുന്ന ഞാൻ, ഈ സ്റ്റേജിലിരിക്കുന്ന ഉസ്താദന്മാർ, ഈ നിരന്നിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, നിങ്ങളിൽ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസമില്ലാത്ത ഒരു മനുഷ്യനുമില്ല? പടച്ചവനെ, ഒന്നല്ല 100 കണക്കിന് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ സഹായം നഷ്ടപ്പെടുത്തുന്ന വാക്കുകളാണ്. നന്ദിയില്ലാത്ത വാക്ക് പറയരുത്, നന്ദി കെട്ട വാക്ക് പറയരുത്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും കടന്നു വരുമ്പോ നമ്മൾ പറയും, അല്ലാഹു എനിക്കിത് തന്നല്ലോ, ഞാൻ നിസ്കരിക്കുന്നവനായിരുന്നല്ലോ, ഞാൻ ഖുർആൻ ഓതുന്നവനായിരുന്നല്ലോ, ഞാൻ സദഖ കൊടുക്കുന്നവനായിരുന്നല്ലോ, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നവനായിരുന്നല്ലോ, ഞാൻ മജ്ലിസിൻ നൂർ പാരായണം ചെയ്യുന്നവനായിരുന്നല്ലോ, ഏത് ഇൽമിന്റെ മജ്ലിസിലും മുടങ്ങാതെ പോകുന്നവളായിരുന്നല്ലോ, എന്നിട്ടും എനിക്കിത് വന്നല്ലോ. ഒരിക്കലും പറയരുത് സഹോദരാ. പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട് പറയുകയാണ്, നിന്റെ നാവ് കൊണ്ട് നീ ഒരിക്കലും അങ്ങനെ പറയരുത്. പലരും പറയും, അല്ലാഹുവിന് എന്നെ വല്ലാത്ത വാസിയാ, എന്നോട് പടച്ചവന് വല്ലാത്ത ദേഷ്യമാ. എന്റെ സദസ്സിലിരിക്കുന്നവര് നിങ്ങളോട് പറയുന്നു, ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം അല്ലാഹുവിന് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അല്ലാഹു നിനക്ക് വേദന തരുന്നത്, നിനക്ക് ക്യാൻസർ തരുന്നത്, നിനക്ക് മാരക രോഗം തരുന്നത്, അല്ലാഹു നിനക്ക് മക്കളെ തരാത്തത്, അല്ലാഹു നിനക്ക് കടം തന്നത്, അല്ലാഹു നിനക്ക് വീട് തരാത്തത്, നല്ല ഒരു സമാധാനമുള്ള ജീവിതം തരാത്തത് അല്ലാഹുവിന് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹു നിന്റെ ഈമാൻ അളക്കുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹു നിങ്ങളുടെ ഈമാൻ അളക്കുന്നതാ, അല്ലാഹു നിങ്ങളുടെ ഈമാൻ ടെസ്റ്റ് ചെയ്യുന്നതാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് ഇഷ്ടമുള്ളവർക്ക് അല്ലാഹു വല്ലാത്ത പരീക്ഷണം കൊടുക്കുമല്ലോ. അല്ലാഹു വല്ലാത്ത പരീക്ഷണം കൊടുക്കുന്നത് സ്നേഹം കൂടിയത് കൊണ്ടാണ് മനുഷ്യ, അല്ലാതെ വെറുപ്പുള്ളത് കൊണ്ടല്ല. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, ഇന്ന അശദ്ദന്നാസി ബലാഗാ അൽ അംബിയാ. അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് കള്ളുകുടിയന്മാരെ ആയിരുന്നില്ല, കഞ്ചാവടിച്ച് നടക്കുന്നവരെ ആയിരുന്നില്ല, അതാ കാഫിറിനെ ആയിരുന്നില്ല. അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയോ? അല്ലാഹുവേ, ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർക്കാ അല്ലാഹു ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് പരീക്ഷണം കൊടുത്തത് അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്കായിരുന്നു. അല്ല
കൂടാതെ മറ്റുള്ളവർക്കായിരുന്നില്ല. ഈ 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ഈ അംബിയാ മുർസലീങ്ങൾ, ഇവരിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയെന്നറിയുമോ? ആദം നബിയെയും നൂഹ് നബിയെയും ഇബ്രാഹിം നബിയെയും മൂസാ നബിയെയും ദാവൂദ് നബിയെയും യാക്കൂബ് നബിയെയും യൂനുസ് നബിയെയും യൂസുഫ് നബിയെയും അയ്യൂബ് നബിയെയും ഹാറൂൻ നബിയെയും യഹ്യാ നബിയെയും ഈസാ നബിയെ വരെയുള്ള പ്രവാചകന്മാരെയല്ലോ അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? ജനിക്കുന്നതിന് മുമ്പേ വാപ്പ പോയല്ലോ, കണ്ടു കൊതി തീരുന്നതിന് മുമ്പേ ഉമ്മ പോയല്ലോ, പിന്നെ താങ്ങും തണലുമായി നിന്നവർ പോയല്ലോ, പടച്ചവരെ സ്വന്തം മക്കൾ മരിച്ചല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മക്കളെ കബറടക്കിയ വാപ്പയല്ലേ? ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, എത്ര മക്കളുടെ മയ്യത്ത് ജീവിച്ചിരുന്നപ്പോ കണ്ട പ്രവാചകരാ. പടച്ചവനെ പട്ടിണിയായിരുന്നില്ലേ? വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല പറിച്ച് കഴിച്ചില്ല, ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നില്ല. അല്ലാഹുവിന്റെ റസൂല് വേദനിച്ചതുപോലെ ലോകത്തൊരാളും വേദനിച്ചില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അല്ലാഹു വേദനിപ്പിച്ചത്? അല്ലാഹുവിന് സ്നേഹം കൂടിയത് കൊണ്ടാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുന്നു, ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് കുറ്റം പറയരുത്, കുറ്റം പറയരുത്. നിങ്ങൾ പറയണം അൽഹംദുലില്ലാഹ്. ഏതു പ്രയാസം വന്നാലും അൽഹംദുലില്ലാ പറഞ്ഞോ. അങ്ങനെ പറയാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല, എല്ലാവർക്കും അങ്ങനെ കഴിയണമെന്നില്ല. മാരക രോഗം വരുമ്പോ, സമ്പത്ത് നഷ്ടപ്പെടുമ്പോ, കച്ചവടം നഷ്ടത്തിലാകുമ്പോ, മക്കള് മരണപ്പെട്ടു പോകുമ്പോ, മാരകമായ രോഗങ്ങൾ കടന്നു വരുമ്പോ, ജീവിതത്തിൽ പ്രയാസം വരുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ. അത് പറയുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു ഒരു പരീക്ഷണം കൊടുത്തിട്ട് മലക്കുകളോട് ചോദിക്കുന്നു, മലക്കുകളെ, എന്റെ അടിമ എന്താണ് പറഞ്ഞത്? എന്റെ അടിമ എന്താണ് പറഞ്ഞത്? അവന്റെ മകൻ മരിച്ചപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? അവന്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? അൽഹംദുലില്ലാ. ആ മനുഷ്യൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു റബ്ബേ. ആ സമയത്ത് അല്ലാഹു മലക്കുകളോട് പറയുകയാ, സ്വർഗ്ഗത്തിലൊരു വീട് പണിയ്, സ്വർഗ്ഗത്തിലൊരു വീട് പണിയ്, ബൈത്തുൽ ഹംദ് എന്ന് പേരിട്. ഇത് ആ മനുഷ്യനുള്ളതാണെന്ന് അല്ലാഹു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജീവിതത്തിൽ പരീക്ഷണം വരുമ്പോ അല്ലാഹുവിന്റെ തീരുമാനമാണെന്ന് പറഞ്ഞ് ക്ഷമിച്ചാൽ അത് മീസാനിൽ നിനക്ക് പ്രയോജനം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ എന്താ പറയുക? നമ്മൾ 4 പേരോടെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കും, ബുദ്ധിമുട്ടാ, പ്രയാസമാ, എന്നാൽ ഇങ്ങനെ വന്നല്ലോ, അങ്ങനെ വന്നല്ലോ. ഒരിക്കലും പറയരുത്. എടോ, നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വന്നത് അതുപോലെ തന്നെ നിൽക്കും. നിന്റെ പ്രയാസം മാറുകയില്ല. അതുകൊണ്ട് നിനക്ക് പ്രയോജനമുണ്ടാകണം. അള്ളാഹു നമുക്ക് നന്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എടോ, എത്ര വലിയ പ്രയാസമുണ്ടായാലും, ഇപ്പൊ SLC പരീക്ഷ എഴുതുന്നു, റിസൾട്ട് വന്നു, തോറ്റു, എന്തു പറയണം? എടാ, SLC പരീക്ഷ എഴുതി, റിസൾട്ട് വന്നു, തോറ്റുപോയി, എന്തു പറയണം? എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? എന്തു പറയണം? നരമ്പ് മുറിക്കണോ അൽഹംദുലില്ലാ പറയണോ? നരമ്പ് മുറിക്കണോ അൽഹംദുലില്ലാ പറയണോ? പെണ്ണുമ്പിള്ള ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി, എന്ത് പറയണം? അതിനെല്ലാവരും അൽഹംദുലില്ലാ പറയും. കാരണം ഓള് പോയി കിട്ടിയല്ലോ. അത് തന്നെ. ഇടത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, എല്ലാവരും പെണ്ണുമ്പിള്ള പോകുന്നു, എൻ്റെ പെണ്ണുമ്പിള്ള എന്താ പോകാത്തേന്ന്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എടോ, നമുക്ക് നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു പോയി, എന്ത് പറയണം? അൽഹംദുലില്ലാ പറ. അല്ലാഹ് ചോദിക്കും മലക്കുകളോട്, അവൻ എന്താ പറഞ്ഞതെന്ന്. അവൻ എന്താ പറഞ്ഞത് എന്ന് അള്ളാഹു മലക്കുകളോട്. അപ്പം മലക്കുകൾ തന്നെ അത്ഭുതത്തോടെ പറയുക, അല്ലാഹ് അവൻ്റെ മോൻ്റെ റൂഹ് പിടിച്ചപ്പോൾ അവ അൽഹംദുലില്ലാ പറഞ്ഞല്ല, ഒരു വീട് പണി സ്വർഗത്തി. എന്നിട്ട് അതിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിട് അവന് വേണ്ടി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ എല്ലാവർക്കും പറയാൻ പറ്റുമോ? എല്ലാവർക്കും പറയാൻ പറ്റുമോ? പറ്റൂല. ഒരു അൽഹംദുലില്ലാ പറഞ്ഞ് അതിനും ആലോചിക്കുക. ഒരു അൽഹംദുലില്ലാ പറ. അങ്ങനെ പറയാനൊരു മനസ്സുണ്ടാകണമെങ്കിൽ ഒരു ഹദീസ് നോർത്താൽ മതി. എടാ, ജീവിതത്തിൽ ഏത് പ്രയാസം വരുമ്പോഴും വന്നത് വരിക തന്നെ ചെയ്യത്തില്ലേ? വരാനുള്ളത് വഴി തങ്ങോ? വരാനുള്ളത് വഴി തങ്ങോ? പറ മനുഷ്യന്മാരെ, തങ്ങോ? അത് വണ്ടി വിളിച്ചാണെങ്കിലും വരും,
ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒറ്റ നിമിഷം കൊണ്ടല്ലേ എല്ലാം ഇടിഞ്ഞ് താഴെ വീണത് അല്ലേ? ഇവിടെ വരാനുള്ളത് വഴി തങ്ങത്തിൽ, അത് വരിക തന്നെ ചെയ്യും. ഈ എന്ത് ചെയ്താലും വരാനുള്ളത് വരും. അപ്പൊ എന്ത് ചെയ്യുക? ഒരൽഹംദുലില്ല പറയണം. അൽഹംദുലില്ല പറയാനുള്ള ഈമാൻ ഉണ്ടാകണമെങ്കിൽ ഈ ഒരൊറ്റ ഹദീസ് ഓർത്തു വെച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമോ രോഗമോ ദുഃഖമോ വിഷമമോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു. ഇവിടെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തോ നല്ലത് വരാൻ പോകുന്നു. ഒരു ദുഃഖത്തിൻ്റെ പുറകിലൊരു സന്തോഷമുണ്ട്, ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കമുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു. ആ നല്ലത് വരാൻ പോകുന്നതിൻ്റെ അടയാളമാണ് ഈ പ്രയാസം. അപ്പം നമുക്കെന്ത്? അൽഹംദുലില്ല, എന്തോ നല്ലത് വരാൻ പോകുന്നുണ്ട്. അൽഹംദുലില്ല പറ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അൽഹംദുലില്ല പറയണം. എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു വാചകമല്ല അൽഹംദുലില്ല. പ്രയാസത്തിന്റെ സമയത്തൊരു അൽഹംദുലില്ല പറഞ്ഞാൽ ആ അൽഹംദുലില്ല പറയുന്നതിലൂടെ അള്ള കൊടുക്കുന്ന പ്രതിഫലം കേൾക്കണം. ഇപ്പൊ ഇത്ര ഹാഫിദീങ്ങൾ ഒരുപാട് പേരില്ല. ഇവരൊക്കെ ഹാഫിദീങ്ങളാ? ഹാഫിദീങ്ങളൊന്ന് കൈവക്കണം. അള്ളാഹു വേണ്ട മക്കളെ. അൽഹംദുലില്ല ഉണ്ടാ നിരന്നിരിക്കുന്നത് കണ്ടോ ഹാഫിദീങ്ങൾ. അള്ളാഹു ഈ മക്കൾക്ക് നല്ല ഓർമ്മശക്തി അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കാണെങ്കിൽ എന്തോ ഓർമ്മയിപ്പ അല്ലേ? നമുക്കെന്തോ ഓർമ്മയില്ല. നമ്മൾ ആരാന്ന് പഠിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ മക്കളെ ഇങ്ങനെ ആക്കി തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മുടെ മക്കളെ ഇങ്ങനെ ആക്കി തരുമാറാകട്ടെ. വാപ്പമാരെ തല്ലുന്നത് മക്കള് തന്നെയാണ്. അതുകൊണ്ട് ആമീൻ പറയാൻ പറഞ്ഞേ. വാപ്പമാരെ തല്ലുന്ന കാലത്താ. ഇവിടെ തിരുവനന്തപുരത്താണ് ഒരു മോൻ അച്ഛനെയും അമ്മയെയും വെട്ടിക്കൊന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അമ്മ ഇങ്ങനെ വെട്ടുക. അമ്മ 10-30ഓളം വെട്ടു. ഇപ്പം വെട്ടു കൂടുതലാണ്. അമ്മ ഇങ്ങനെ വെട്ടിക്കൊല്ലുമ്പോൾ അച്ഛൻ അടുത്ത റൂമിൽ കിടന്ന് വിളിക്കുക. ഉടനെ പോയി അച്ഛനെയും വെട്ടി. രണ്ടുപേരെയും വെട്ടി ഞുറുക്കിയിട്ട് കീടനാശിനി എടുത്തിട്ട് രണ്ടുപേരുടെയും മുറിവിലൊഴിച്ചു. രണ്ടുപേരും ഇങ്ങനെ ഇഞ്ചിഞ്ചായി മരിക്കുമ്പോൾ ഓനിരുന്ന് ആപ്പിള് തിന്നുക. ആലോചിക്ക്. ഇവിടെ അടുത്തെങ്ങാണ്ടല്ലേ ഇപ്പൊ ഈ 2 ദിവസം മുമ്പ് ഒരു കുഞ്ഞിനെ കഴുത്തി കത്തി വെച്ചോണ്ട്, സ്വന്തം കുഞ്ഞിന്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് കയറി നിന്ന്. ആലോചിക്ക്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. നമ്മുടെ പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ചിട്ട് ഇപ്പൊ ഉംറയ്ക്ക് പോകുമ്പോൾ ഒരു വാപ്പ ഇങ്ങനെ പടച്ചോനെ എൻ്റെ അടുത്ത് ഉംറ കഴിഞ്ഞിട്ട് മഖാമ് ഇബ്രാഹിമിൻ്റെ മുന്നിൽ വന്ന് നിസ്കരിക്കുമ്പോൾ ഒരു വാപ്പ സുജൂദിൽ കിടന്നിട്ട് ഇങ്ങനെ കരയുക. എൻ്റെ അടുത്ത് നിന്ന് നിസ്കരിച്ച വാപ്പ സുജൂദി കിടന്നിട്ട് ഇങ്ങനെ കരഞ്ഞു ദുആ ചെയ്യുക. ഞാൻ നോക്കി എന്താ ആ മനുഷ്യൻ പറയണത്? അല്ലാ എൻ്റെ മോൻ്റെ കള്ളുകൂടി മാറ്റണേ അല്ല. ഒരു വാപ്പ മക്കത്ത് പോയിട്ട് മഖാമ് ഇബ്രാഹിമിൻ്റെ മുന്നിൽ കിടന്നിട്ട് ആ പിതാവ് സുജൂദിൽ കിടന്നിട്ട് നിലവിളിച്ചുകൊണ്ട് കരയുക. ഞാനിങ്ങനെ നോക്കി എന്തേ ദുആ ചെയ്യണം? സ്വർഗം കിട്ടണമെന്നല്ല, എൻ്റെ മോൻ്റെ കള്ളുകൂടി മാറ്റണേ അല്ലാ. എന്ത് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം? ഞാൻ ഇങ്ങനെ നോക്കി ആ മനുഷ്യൻ ആ നട്ടുച്ച വെയിലത്ത് സുജൂദി കിടക്കുക. എന്തൊരു വെയിലെന്നറിയോ? ആ വെയിലത്ത് ആ ഉപ്പ സുജൂദിൽ കിടന്നിട്ട് തൻ്റെ മകൻ്റെ കള്ളുകൂടി മാറാൻ വേണ്ടി ദുആ ചെയ്യുക. ഇന്നത്തെ മക്കളുടെ അവസ്ഥ. ഇന്ന് കള്ളൊന്നുമില്ല, കഞ്ചാവ് അടിക്കണ മക്കളുടെ കാലമാണ്. മൊത്തം കഞ്ചാവ് അടിക്കണത്. കള്ളൊക്കെ നിന്ന് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഞാനൊരു അൽഹംദുലില്ലയുടെ പ്രതിഫലം പറയാം. അള്ളാഹു പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹ, രണ്ടുപേർക്കും അള്ളാഹു ഒരു മകനെ കൊടുത്തു. മകനോട് വല്ലാത്ത സ്നേഹമാണ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് തൻ്റെ മകനെ വല്ലാത്ത സ്നേഹമാണ്. എവിടെ പോയാലും വാപ്പയും മകനും നടക്കും. അങ്ങനെ മഹാനവറുകൾ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ മകനെ പിടിച്ചേൽപ്പിച്ചിട്ട് പറഞ്ഞ്, എൻ്റെ മോനെ നോക്കിക്കൊള്ളണം, എൻ്റെ പൊന്നുമോനെ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞ് തൻ്റെ ഭാര്യയുടെ കയ്യിൽ മകനെ പിടിച്ചേൽപ്പിച്ചിട്ട് മഹാനായ സ്വഹാബി അവിടെ നിന്ന് യാത്ര പോയി. ദിവസങ്ങൾ കഴിഞ്ഞു. തൻ്റെ കുഞ്ഞിനൊരു പനി വന്നു. എന്തു മരുന്ന് കഴിച്ചിട്ടും പനി മാറുന്നില്ല. പനി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. എന്തു മരുന്ന് കഴിച്ചിട്ടും പനി മാറുന്നില്ല. പനി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസാനം പനി കൂടി തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമകനങ്ങ് മരണപ്പെട്ടു പോയി. ഭർത്താവ് നാട്ടിലില്ല. വിളിച്ചറിയിക്കാനുള്ള വഴികളൊന്നുമില്ല. ഉമ്മ സുലൈം എന്ന് പെണ്ണ് നോക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട മകനവിടുന്ന് മരണപ്പെട്ടു പോയി. എന്തും അറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. വല്ലാത്ത വേദന. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരിച്ചുപോയി. നബിയെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, ഉമ്മ സുലൈം അൽഹംദുലില്ല പറ. ആദ്യം പറഞ്ഞു ഇന്നാ ലില്ലാഹി പറയാൻ. അവിടെ നിന്ന് ഇന്നാ ലില്ലാഹി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ല പറ. നീ ക്ഷമിക്ക്.
അള്ളാഹുവിന്റെ പരീക്ഷണമാ, നീ ക്ഷമിക്ക്, അള്ളാഹു നിനക്ക് പ്രതിഫലം തരും, നീ ക്ഷമിക്ക്. പ്രവാചകൻ അവിടെ നിന്ന് സമാധാനിപ്പിച്ചു. അവസാനം തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ അവസാനം കുളിപ്പിച്ചു, ഖബറടക്കാൻ കൊടുത്തുവിട്ടു. മയ്യത്തൊക്കെ ഖബറടക്കി. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ വീടിനകത്ത് രാത്രിയിൽ കിടന്നു. ഉറക്കം വരുന്നില്ല. കാരണം നാളെ ഭർത്താവ് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാ. മകൻ മരിച്ചതറിഞ്ഞിട്ടില്ല, തൻ്റെ പൊന്നുമകൻ മരിച്ചതറിഞ്ഞിട്ടില്ല. നാളെ ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരും. എന്തു പറയും എൻ്റെ ഭർത്താവിനോട്? മകനെവിടെ എന്ന് ചോദിക്കുമ്പോ ഞാൻ എന്തു പറഞ്ഞു കൊടുക്കും തമ്പുരാനെ? വാപ്പ മകനെ വല്ലാത്ത ഇഷ്ടമാണ്. രാവിലെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമല്ലോ, എന്ത് ചെയ്യണമെന്നറിയാതെ മഹദീരെന്ന് കരയുകയാ. അവസാനമല്ലാ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ വടന്ന് കുളിച്ചൊരുങ്ങുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ മകൻ മരിച്ച വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് വീടിന്റെ കവാടത്തിൽ നിൽക്കുകയാണ്. ചിരിക്കുന്ന മുഖത്തോടെ യാത്ര കഴിഞ്ഞു വരുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ സ്വീകരിക്കുകയാ. അവിടുന്ന് സലാം പറയുകയാ, അവിടുന്ന് സലാം അടക്കുകയാ, അവിടുന്ന് വീടിനകത്തേക്ക് ക്ഷണിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീടിനകത്ത് കടന്നു വന്നപ്പോ അവിടുന്ന് തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്ന ഉമ്മു സുലൈം, എന്റെ പൊന്നുമോനെവിടെ ഉമ്മു സുലൈം? അല്ലാഹുവേ, തന്റെ പൊന്നാര മകനെ ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? സമാധാനത്തോടുകൂടി പറഞ്ഞു കൊടുത്തവൻ ഒരു സ്ഥലം വരെ പോയിരിക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീടിനകത്ത് കടന്നു വന്നു. കഴിക്കാ ഭക്ഷണം കൊടുത്തു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ചിന്തിച്ചു, ഭർത്താവ് പോയിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ, എന്റെ ഭർത്താവിന് വികാരമുണ്ടാകുമല്ലോ, അത് സാധിപ്പിച്ചു കൊടുക്കൽ എന്റെ ബാധ്യതയാണല്ലോ. തന്റെ വേദനകളും മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മണിയറയ്ക്കകത്തേക്ക് വിളിച്ചു കയറ്റി. അതാ 2 കൊല്ലം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന ഭർത്താവിന് പടച്ചവനെ വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ സാധനം കൊണ്ടുവരാതെ വരുമ്പോ ആ 2 കൊല്ലം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ കണ്ണുനീര് കുടിപ്പിക്കുന്ന പെങ്ങള്, കിടപ്പറയിലെ പിണങ്ങിക്കിടക്കുന്ന പെങ്ങള്, ആ പാവപ്പെട്ടവന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഭാര്യമാര്, നിനക്ക് പഠിക്കാനുള്ള ചരിത്രമാണ് ഈ പൊന്നുമോള്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീടിനകത്തേക്ക് കടന്നു വരുമ്പോ തന്റെ മകൻ മരിച്ച വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചവർത്തികെട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റി. 2 പേരും ശാരീരികമായി ബന്ധപ്പെടുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചത്തിങ്ങനെ തലവെച്ച് കിടക്കുകയാ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, തൽഹ, ഞാനൊരു സംശയം ചോദിക്കട്ടെ തൽഹ, ഞാനൊരു സംശയം ചോദിക്കട്ടെ തൽഹ? എന്തേ ഉമ്മു സുലൈം? ഒരു മനുഷ്യൻ അമാനത്തായി ഒരു സാധനം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഒരാള് അമാനത്തായിട്ടൊരു കാര്യം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. അത് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ? ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുമ്പോ അബൂ തൽഹ ചോദിക്കുന്നു, ഏ മണ്ടിപ്പെണ്ണ്, ഉമ്മു സുലൈമേ, നിനക്കറിയില്ലേ അമാനത്തായ സന്ന സാധനം തിരിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണല്ലോ, അത് കൊടുക്കണമല്ലോ, അത് നിർബന്ധമായിട്ട് കൊടുക്കണമല്ലോ. ഉമ്മു സുലൈമിനോട് പറയുമ്പോ അതുവരെ ക്ഷമിച്ചിരുന്ന ഉമ്മു സുലൈം കരയുകയാ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. എന്തിനാ കരയുന്നത് ഉമ്മു സുലൈമേ? നീ എന്തിനാ കരയുന്നത്? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹു അമാനത്തായി നൽകിയ നമ്മുടെ പൊന്നുമോ, അതിനെ അല്ലാഹു തിരിച്ചെടുത്തു തൽഹ. നമ്മുടെ പൊന്നുമകൻ മരിച്ചുപോയി തൽഹ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ താങ്ങാൻ കഴിയുന്നില്ല. നിലവിളിക്കുകയാണ്,
പഠിച്ചവരെ പിടഞ്ഞു താഴെ വീണു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് സഹിക്കാൻ കഴിയുന്നില്ല. ഏത് പിതാവിനാണ് താങ്ങാൻ പറ്റുക? തന്റെ പൊന്നാര മക്കള് മരണപ്പെട്ടു പോയാ അതിന്റെ വേദന അനുഭവിച്ചവർക്കല്ലേ അറിയൂ, അതിന്റെ പ്രയാസം ആ മാതാപിതാക്കൾക്കല്ലേ അറിയൂ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു കരയുകയാ. ഏറ്റവും കൂടുതൽ വേദന എന്തെന്നറിയോ? നീ എന്നോട് പറഞ്ഞില്ലല്ലോ, വീടിനകത്ത് കയറി വന്നപ്പോ നീ എന്നോട് പറഞ്ഞില്ലല്ലോ, എനിക്ക് ഭക്ഷണം തന്നില്ല, എന്നെ കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റിയില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത വിഷമമായി ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ, ഇനി അവളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് അബൂ തൽഹ? എന്റെ പൊന്നുമകൻ മരിച്ചത് അവൾ എന്നോട് പറഞ്ഞില്ല നബിയേ, അവൾ എന്നെ കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ തിരിച്ചു ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? തൽഹ, അല്ലാഹു ഇതുപോലെ ഒരു പെണ്ണിനെ നിനക്ക് നൽകിയില്ലേ തൽഹ? ഏത് ഉമ്മയ്ക്കാ തൽഹ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച പ്രിയപ്പെട്ട ഉമ്മ? ഏത് പെണ്ണാണ് തന്റെ പൊന്നുമകൻ മരിച്ചാ താങ്ങാൻ കഴിയുന്നത്? ആ വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളില് കടിച്ചമർത്തിയിട്ട് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്ന് നിന്നോടത് പറഞ്ഞിട്ട് അവള് വേദനിപ്പിച്ചില്ലല്ലോ, അവള് നിനക്ക് ഭക്ഷണം തന്നില്ല, നിന്നെ ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചില്ല, നിന്റെ ആവശ്യങ്ങൾ മുഴുവനും സാധിച്ചു തന്നില്ല, അല്ലാഹു നിനക്ക് ഇതുപോലെ ഒരു നല്ല പെണ്ണിനെ ഭാര്യയായിട്ട് തന്നില്ല. അബൂ തൽഹ, നീ ക്ഷമിക്കൂ. ഇന്നാ ലില്ലാഹി പറ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തൽഹ അൽഹംദുലില്ലാഹ് പറ തൽഹ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ അൽഹംദുലില്ലാഹ് പറയുകയാ. തന്റെ മകൻ മരിച്ചപ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അവിടെ അൽഹംദുലില്ലാഹ് പറഞ്ഞല്ലോ. അല്ലാഹു കൊടുത്ത പ്രതിഫലം കേൾക്കണോ? അല്ലാഹു കൊടുത്ത പ്രതിഫലം കേൾക്കണോ? പ്രവാചകൻ അവിടെ പറഞ്ഞു, ഇന്നലെ നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെട്ടല്ലോ, ഇന്നലെ രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെട്ടല്ലോ. ഈ ബന്ധപ്പെട്ടതിൽ അല്ലാഹു നിനക്കൊരു ആൺകുഞ്ഞിനെ തരും തൽഹ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്ത് പറഞ്ഞു വിടുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഉമ്മു സുലൈം പ്രസവിക്കുകയാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പ്രസവിക്കുകയാ. പ്രസവിച്ച് കഴിഞ്ഞപ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട്, അല്ലാഹു ഒരു ആൺകുഞ്ഞിനെ തന്നെന്ന് വിളിച്ചു പറയുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വിളിക്കുന്നു, ഉമ്മു സുലൈം, എന്റെ കുഞ്ഞിന് പാല് കൊടുക്കല്ലേ, എന്റെ പൊന്നുമോന് പാല് കൊടുക്കല്ലേ. അതാ ഓടിച്ചെന്ന് പ്രസവിച്ച് കിടക്കുന്ന ചോരക്കുഞ്ഞ്, അല്ലാഹുവേ, ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. ചോരക്കുഞ്ഞുമായി മുത്തുനബിയുടെ ചാരത്ത് ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹു എനിക്ക് സന്തോഷം തന്നു നബിയേ. ഒരു മോൻ പോയപ്പോ അല്ലാഹു രണ്ടാമതൊന്നിനെ തന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ മടിയിൽ വെച്ചു, ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുത്തു. അല്ലാഹുവേ, പ്രവാചകൻ തന്റെ വായിക്കകത്ത് അതാ കാരക്ക വെച്ച് ചവച്ചരച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സറഫാക്കപ്പെട്ട കൈകൊണ്ട് മധുരം കൊടുക്കുകയാ. അല്ലാഹുവേ, മുത്തുനബി തന്നെ പേരിട്ട് അബ്ദുല്ലാ. ലോകത്താ
ആർക്കാടോ ഇതുപോലെ ഭാഗ്യം കിട്ടിയിട്ടുള്ളത്? വേറെ ആർക്കായി ഭാഗ്യം കിട്ടിയത്? അള്ളാന്റെ റസൂല് തന്നെ ബാങ്ക് വിളിച്ചു, ചെവിയിൽ ഇഖാമത്ത് കൊടുത്തു, അവിടെ അബ്ദുള്ള എന്ന് പേരിട്ടു. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ മധുരം കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു അൽഹംദുലില്ലയ്ക്ക് പടച്ച റബ്ബ് കൊടുത്ത പ്രതിഫലമാ. ഈ അബ്ദുള്ള എന്ന് പറയുന്ന പൊന്നുമകൻ അവിടെ നിന്ന് വളരുകയാണ്. പടച്ചവനെ, പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച് ഹാഫിളാവുകയാ. അള്ളാന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചല്ലോ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു ഹാഫിളായി. അവിടുന്ന് ചെറുപ്പക്കാരനായി. അവിടുന്ന് വിവാഹം കഴിച്ചു. ആ വിവാഹത്തിലൂടെ അള്ളാഹു 11 മക്കളെ കൊടുത്തു. അവരുടെ കുടുംബ ജീവിതത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല 11 മക്കളെ കൊടുത്തു. ആ 11 മക്കളും ഹാഫിളീങ്ങളായെന്ന് ചരിത്രം പറയുമ്പോ, ആ കുടുംബം മുഴുവനും ഹാഫിളീങ്ങളായെന്ന് ചരിത്രം പറയുമ്പോ, ഇല്ലാ യലമൽ ജസാ മഅ യലമൽ ബലാ. ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ടെന്നോ, ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ടെന്നോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയോ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണം വന്നാൽ ക്ഷമിക്കാ തയ്യാറാകണേ, ശുക്ർ ചെയ്യാ തയ്യാറാകണേ, അൽഹംദുലില്ലാ പറയാ തയ്യാറാകണേ. പടച്ചവനെ, ദുനിയാവിലെ വേദനയാകാ, പ്രയാസമാകാ, കണ്ണുനീരാകാ, നഷ്ടമാകാ, എന്തുമായാലും ആഖിറം നഷ്ടപ്പെടൂല. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാറില്ലാത്ത അള്ളാന്റെ കോടതിയുണ്ടല്ലോ. ആ പടച്ചറപ്പിന്റെ പരലോകത്ത് ഞാനും നിങ്ങളും നിൽക്കുമ്പോ, നന്മതിന്മകൾ എടുത്ത് വെച്ച് തൂക്കുന്ന ത്രാസുണ്ടല്ലോ, അതില് നന്മയുടെ ഭാരം കൂടണോ? ഈ ദുനിയാവിൽ വെച്ച് നിനക്ക് പ്രയാസമുണ്ടായ സമയത്ത്, പരീക്ഷണമുണ്ടായ സമയത്ത്, അള്ളാഹുവിന്റെ തീരുമാനമുണ്ടായ സമയത്ത് ക്ഷമിക്കാ തയ്യാറായ, അതിനു പകരം അള്ളാഹു മീസാൻ നിറച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യമെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമയാ. രണ്ടാമത്തെ കാര്യമെന്താ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീ, ഇത് മീസാനിനെ നിറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു 5 കലിമത്തുകൾ: സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് മീസാനിനെ നിറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നാലാമത്തെ കാര്യമെന്താ? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനമുണ്ടാകുമ്പോ, പടച്ചറപ്പിന്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണമുണ്ടാകുമ്പോ, അള്ളാഹുവേ, ആ പരീക്ഷണത്തിൽ ക്ഷമിച്ചാൽ, ആ പരീക്ഷണം ക്ഷമിക്കാൻ തയ്യാറായ, ആ പരീക്ഷണത്തിന്റെ സമയത്ത് അള്ളാഹുവിന് ശുക്ർ ചെയ്താ, അത് മീസാനിൽ അല്ലാഹു നിനക്ക് തിരിച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, 1 മണിയാകാൻ പോവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, 5ാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. എന്റെ പ്രിയപ്പെട്ടവരെ, 5ാമത്തെ കാര്യം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാൻ മാസമാ, ഒരുപാട് നന്മകൾ ചെയ്യേണ്ട മാസമാ. അള്ളാഹു എല്ലാ വഴികളും തുറന്നു തന്നിരിക്കുകയാണ്. ഒരു സുന്നത്തിനൊരു ഫർദിന്റെ കൂലിയാണ്, ഒരു ഫർദിന്
ഫർദിന് 70 ഫർദിന്റെ കൂലിയാണ്. പടച്ചവര് ഒരുപാട് നന്മകൾ വാരിക്കൂട്ടുവാൻ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന സമയമാ. ഒരു നിമിഷം പോലും പാഴാക്കല്ലേ. റഹ്മത്ത് കഴിഞ്ഞല്ലോ, മഗ്ഫിറത്ത് വിട പറയാ പോകുകയാണ്. പടച്ചവനെ ബദർ ദിനമൊക്കെ കടന്നു വരികയാ. ഇനി നരകമോചനത്തിന്റെ നാളുകൾ കടന്നു വരികയാ. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് പേര് പടച്ച റബ്ബിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസില് ഭാരമുള്ളതാ. ഭാരം കൂടുന്ന 5ാമത്തെ നന്മ എന്തെന്നറിയോ സഹോദരാ? ജീവിതത്തിലെ രഹസ്യമായ എന്തെങ്കിലും നന്മ ചെയ്തു വെക്കോ. ജീവിതത്തിൽ നിനക്കും അല്ലാഹുവിന് മാത്രം അറിയുന്ന എന്തെങ്കിലും ഒരു രഹസ്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എന്തെങ്കിലും ഒരു നന്മ നിന്റെ ജീവിതത്തിൽ ചെയ്തു വെക്ക് സഹോദരാ. അല്ലാഹുവേ, അത് എന്തുമാകട്ടെ, അത് നിസ്കാരമാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, സദഖകളാകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും അദ്കാറുകളാകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യമാകട്ടെ, എന്തെങ്കിലും പരസ്യമായി ചെയ്യുന്നതിൽ കാര്യമില്ല സഹോദരാ. രഹസ്യമായിട്ടൊരു നന്മ നമുക്ക് ചെയ്തു വെക്കാൻ കഴിയണം. അൽഹംദുലില്ലാഹ്, എന്തെങ്കിലും ഒരു രഹസ്യമായ നന്മ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ പടച്ചവരെ രക്ഷപ്പെടുമല്ലോ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ആരുമാരുമില്ലാത്ത റബ്ബിന്റെ കോടതിയില് നമുക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു നന്മ നമുക്ക് ചെയ്തു വെക്കണ്ടേ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിസ്കരിക്കുന്നവരുണ്ടല്ലോ, അതാ തസ്തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ടല്ലോ, തസ്ബീഹ് നിസ്കരിക്കുന്നവരുണ്ടല്ലോ. പടച്ചവരെ, എന്തെങ്കിലും ഒരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ ആരും അറിയാതെ നിങ്ങൾ കാത്തുവെക്കൂ. ആ രഹസ്യമായിട്ടുള്ള നന്മ നാളെ മീസാനിൽ നിനക്ക് പ്രയോജനം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ആരും അറിയാത്ത ഒരു രഹസ്യമായ നന്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആരും അറിയാത്ത രഹസ്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും സുബഹിക്ക് മുമ്പ് എഴുന്നേക്കുന്നവരാണ്. പരിശുദ്ധമായ റമളാൻ മാസത്തില് ഭക്ഷണം കഴിക്കാൻ വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കുന്നവരാ. 3 മണിക്ക് 3:30 4 മണിക്ക് എഴുന്നേക്കുന്നവരാണല്ലോ. ആ എഴുന്നേക്കുന്ന സമയത്ത് പൊതുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കാൻ കഴിയുമോ? എന്തായാലും എഴുന്നേക്കുകയല്ലോ, എന്തായാലും എഴുന്നേക്കുകയല്ലോ. ഒരു 2 റക്അത്ത് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, രാവിലെ ഭക്ഷണം കഴിക്കാനും ഭക്ഷണം വെക്കാനും എഴുന്നേക്കുന്നവളാണല്ലോ. നിനക്കൊരു 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുമോ പെങ്ങള്? അത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. എടാ, പകല് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ആരെക്കൊണ്ടും പറ്റുമല്ലോ. പാതിരാത്രി 1 മണിക്ക് 2 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് ആരും കാണാതെ നിന്റെ വീടിന്റെ ഉള്ളറയിൽ നിനക്കൊരു 2 റക്അത്ത് നമസ്കരിക്കാൻ കഴിയണമെങ്കിൽ നീ വിചാരിച്ചാ നടക്കൂല, നീ വിചാരിച്ചാ നടക്കൂല. അതാർക്കാ കഴിയുന്നതെന്നറിയോ? അതാർക്കാ കഴിയുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, സ്വഹാബാ, ഈ പ്രപഞ്ചം മുഴുവൻ വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ, ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹ് ഏതെങ്കിലും ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആരെയെങ്കിലും അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ, അല്ലാഹു ആരെയെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവനൊരടയാളമുണ്ട്, അവനൊരടയാളമുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കൊരടയാളമുണ്ട്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കൊരടയാളമുണ്ട്. ആ അടയാളം എന്തെന്നറിയോ? അവര് പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു ഉപ്പയുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങളെ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? നിന്റെ മാതാപിതാക്കൾ നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും, നിന്റെ മക്കളെ സ്നേഹിച്ചില്ലെങ്കിലും, നിന്റെ ഭർത്താവിന് നിന്നെ ഇഷ്ടമല്ലെങ്കിലും, ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാ ഉമ്മാ.
അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുക. പാതിരാത്രി തന്റെ ചാരത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ മാറ്റിക്കിടത്തിയിട്ട് തതജാഫാ ജുനൂബുഹും അനിൽ മളാജി, ആ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവമുണ്ടോ? അല്ലാഹുവേ, നിന്നെ പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്കുണ്ടാകുന്ന ഒന്നാമത്തെ അടയാളമാ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈ ഒരു നന്മ നിങ്ങൾ ചെയ്യാ തയ്യാറായാൽ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ജനങ്ങൾ മുഴുവനും കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. അല്ലാ, എല്ലാവരും തലതാഴ്ത്തി വെച്ചിരിക്കുകയാ. എല്ലാവരും തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് നടക്കുന്ന പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. ഉടുതുണിയില്ലാതെ എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് യാ വൈലതാ യാ ഖസ്റതാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ എല്ലാവരും ഭയന്ന് വിറച്ചുകൊണ്ട് നടക്കുന്ന പരലോകമുണ്ടല്ലോ.